എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ത്യൻ എക്സ്ക്ലൂസീവിന്റെ പൊളിറ്റിക്കൽ വിഷനിലേക്ക് അവർക്കും സ്വാഗതം. കേരളം കഴിഞ്ഞ 10 വർഷങ്ങൾ ഭരിച്ചത് LDF ഗവൺമെൻറ്റാണ്. അവരുടെ ഭാവനയും രൂപീകരണവും എത്രമാത്രം കാലത്തിന് പര്യാപ്തമെന്ന് വിധി എഴുതി കഴിഞ്ഞു. അത് തിങ്കളാഴ്ചത്തേക്ക് പുറത്തു വരികയാണ്. പുതിയ ഒരു ഗവൺമെൻറ് വരുമ്പോഴും അവർക്ക് തക്കതായ കാലത്തിനനുസരിച്ച് പ്ലാനുകൾ ഉണ്ടോ എന്ന് ജനം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് സോളിസിറ്റർ ഫോർമർ മേയർ ബൈജു തിട്ടാര. സ്വാഗതം. താങ്ക് യു. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തെ എങ്ങനെ വിലയിരുത്താമെന്ന് നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിൽ കേട്ടതാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദം, അതായത് 10 വർഷം LDF സർക്കാർ കേരളത്തിൽ കണ്ടിന്യൂറ്റി ആൻഡ് ക്രൈസ് മാനേജ്മെൻറ്റ് മോഡലിലാണ് അവർ പിന്തുടർന്നത്. പ്രളയം വന്നു, നിപ്പ വന്നു, കോവിഡ് വന്നു. ഇതുപോലെയുള്ള പ്രതിസന്ധികളിൽ ഭരണകൂടത്തെ വളരെ റെസ്പോൺസായിട്ടുള്ള കപ്പാസിറ്റി അവർ കാണിച്ചു വെച്ചു. എന്നാൽ ക്ഷേമ പദ്ധതികൾ, പെൻഷന്, മിഷന്, പബ്ലിക് ഹെൽത്ത്, ജനപ്രിയ ഇവയൊക്കെ അവർ തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ അവസാനത്തെ 5 വർഷം അവരുടെ സാമ്പത്തിക പ്രതിസന്ധി, പെൻഷൻ വിതരണം വൈകുന്നത്, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അവർ വന്നു. അപ്പോൾ ഈ ഒരു ദൗർബല്യത്തെ അങ്ങ് എങ്ങനെയാണ് അടുത്ത ഇലക്ഷനിലേക്ക് കാണുന്നത്, അടുത്ത റിസൾട്ടിലേക്ക് കാണുന്നത്? താങ്ക് യു. നല്ലൊരു ചോദ്യമാണ്. അതായത് ഞാൻ കഴിഞ്ഞ 10 വർഷത്തിൽ എന്ത് കേരളത്തിൽ സംഭവിച്ചു എന്നുള്ളത് അതായത് നമ്മളൊരു മെറ്റിക്കുലസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. ഈ പ്രോപ്പഗാണ്ടയിൽ മാത്രം ഉയർന്നു നിൽക്കുകയും പ്രോപ്പഗാണ്ടയിലൂടെ മാത്രം കാര്യങ്ങൾ നടത്തുകയും ചെയ്ത, അല്ലെങ്കിൽ പ്രോപ്പഗാണ്ട എങ്ങനെയാണ് കൃത്യമായി യൂസ് ചെയ്ത് അധികാരം പിടിച്ചെടുക്കാം എന്നുള്ള ഒരു കാര്യങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തന്ന, ഒരു പക്ഷേ ഈ ജോസഫ് ഗീബൽസ് കഴിഞ്ഞാൽ കൃത്യമായി പഠിപ്പിച്ചു തന്ന ഒരു അഡ്മിനിസ്ട്രേഷനാണ് ഞാൻ ഈ പഴയ അഡ്മിനിസ്ട്രേഷനെ കാണുന്നത്. അതിന്റെ കാരണം ഞാൻ പറയാം. ഈ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ യൂറോപ്പിൽ താമസിക്കുന്നവരാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വെൽഫെയർ സിസ്റ്റത്തിലും വെൽഫെയർ സ്റ്റേറ്റിലുമാണ്. അതായത് വെൽഫെയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനായ ആളുകളുടെ വെൽഫെയർ ആണ്. അതായത് അതിൽ കൃത്യമായ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുകയും അതിൽ കൃത്യമായി ബ്യൂറോക്രസിയെ കൃത്യമായി ലീഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏത് അഡ്മിനിസ്ട്രേഷനിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കുകയാണ്, നമ്മുടെ ഉദാഹരണം നമ്മുടെ മെഡിക്കൽ കെയർ തിറക്കി പരാജയപ്പെട്ട, എന്നിട്ട് പറയുന്നത് യൂറോപ്പിലെ പോലത്തെ മെഡിക്കൽ കെയർ ആണെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ പോലീസിങ്, അതുപോലെ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഏതാണ്ട് പോലീസുകാർ വടിയെടുത്ത്, അതായത് ജനങ്ങളെ ആക്രമിക്കുന്ന, ഈവൻ നമ്മുടെ യൂറോപ്യൻ കോർട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ പോലും ഡയറക്ഷൻസ് ഉണ്ട്. നമുക്ക് ബാധകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രിസ്വൈസറി ഇമ്പാക്ട് ഉണ്ട്, ഒരു പ്രിസ്വൈസറി ഇഫക്റ്റ് ഉണ്ട് അതിന്. അത് ബൈൻഡിങ് അല്ല. പക്ഷെ അതിൽ പോലും ഏത് സമയങ്ങളിലാണ് പോലീസ് ഫോഴ്സ് യൂസ് ചെയ്യേണ്ടത്, ഏത് തരത്തിലാണ് പോലീസ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് കൃത്യമായ ഡയറക്ഷൻ. അതിൽ ഒന്നും, ഉദാഹരണമായിട്ട് ആ ഡോക്ടർ, മറ്റേ ആരോഗ്യമന്ത്രിയുടെ ഗൺമാനായിരുന്നു, ആ അക്രമം നടത്തി എന്ന് പറഞ്ഞ് മാരകായുധങ്ങൾ വെച്ച് ആക്രമിക്കാൻ വന്നു എന്ന് പുള്ളി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ആ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം he proved that he is incompetent. He should not be remain. He must not be remain in the force. അങ്ങനെയുള്ള ജനങ്ങളുടെ കൃത്യമായ ഒരു കോൺഫിഡൻസിനെ എടുക്കാതെ, കോൺഫിഡൻസ് ജനങ്ങൾക്ക് എങ്ങനെയാ കോൺഫിഡൻസ് ഉണ്ടാകുന്നത്? ജനങ്ങളുടെ പ്രശ്നം, സാധാരണക്കാരന്റെ പ്രശ്നം അക്സെപ്റ്റ് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു, അതിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ 5 വർഷം നമുക്ക് പറയാം ഓക്കെ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പരാജയമായെന്നുള്ളതാണ്. ഇപ്പോൾ അതിനു മുമ്പ് വലിയൊരു കാര്യമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ പ്രഡിക്റ്റീവ് ജേർണലിസത്തിൻ്റെ പ്രൊഗ്നോസ്റ്റിക് പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തു വിട്ടായിരുന്നു. അതിനകത്ത് ഞാൻ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ നമ്മളുടെ പാനൽ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന UDFന് 75-88, LDFന് 52-64, NDA 1 മുതൽ 5 വരെ, അതേഴ്സ് 0-2. ഇതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? വളരെ ചുരുക്കമായിട്ട് നമുക്ക് നാളെ കാണാം. എങ്കിൽ തന്നെയും let me start off by asking, what is this 1 to 5 ഏത് സീറ്റ്സ്? അതേഴ്സ് നമ്മൾക്ക് തിരുവനന്തപുരം, പിന്നെ അങ്ങനെയുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ പ്രോബബിലിറ്റിയാണ്. Even if we have hypothetical probability, it must be based on fact.
യാ Tell me which all are the seats you're counting on it. യാ ഓൺലി വോയിസ് ഫാക്ട്സ് ആണ്, അതായത് പറയുന്നതനുസരിച്ച് പറഞ്ഞ മനസ്സിലായില്ല. നമ്മൾക്ക് അതിൽ കൂടുതൽ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് See, നമ്മളിപ്പോ ഞാൻ നമ്മൾ there is no ഇതിനോട് എങ്ങനെയാണ് എന്റെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് UDF will come to power. ഓക്കെ, അത്രയും മതി. UDF ഭരണത്തിലേക്ക് വരും, അതൊരു വലിയ ഇവയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, വിഷൻ കാലാനുസൃതമായിട്ട് മാറ്റം LDFന് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അതായത് ഭാഗികമായി മാറ്റമുണ്ടായി, പക്ഷേ പൂർണ്ണമായിട്ടും ഒരു പഴയ പരഡിഗ്മകൾ, അതായത് കൾച്ചറൽ ഇമ്പാക്ട്സ്, ട്രഡീഷൻസ്, ഇതൊന്നും കഴിഞ്ഞ ഗവൺമെൻറ്റിന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പ്രത്യേകമായിട്ട് ഡിജിറ്റൽ കേരള, സ്റ്റാർട്ടപ്പ്, അതുപോലെ തന്നെ കിഫ്ബി പോലുള്ള പദ്ധതികൾ വഴി ഒരു വക മോഡേണൈസേഷന് ശ്രമമുണ്ടായി. എന്നാൽ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി അതിന് പര്യാപ്തമായിട്ടുള്ള ഒരു റിഫോമും വന്നിട്ടില്ല. കേരളത്തിൽ ആരാണ് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അവിടാണ് വളർച്ച ഉണ്ടാകുന്നത്. അതായത് ലിബറലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അഴിച്ചു വിടുക എന്നുള്ളതല്ല, നമ്മൾക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുവാൻ. എൻ്റെ ഈ വിശദീകരണത്തോളം താങ്കൾ എന്ത് പറയുന്നു? ഇത് ഞാൻ I completely agree with your view on this. ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ മേയർ ആയിരുന്നപ്പോഴാണ്, ഡെപ്യൂട്ടി മേയർ ആയിരുന്നപ്പോഴാണ് നടത്തിയത് കേംബ്രിഡ്ജിൽ ഈ ചൈനീസ് കമ്മ്യൂണിറ്റിയുടെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്ക് അകത്ത്, എനിക്ക് തോന്നുന്നത് ഫിസ്വിലിയൻ കോളേജിലാണെന്ന് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പൊ അതില് ഏതാണ്ട് ഒരു 10-60 രാജ്യങ്ങളിൽ നിന്നും ഡെലിഗേറ്റ്സ് വന്നു. അപ്പൊ അതില് വന്ന ഈ ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും വന്ന ഒരു 3-4 ഇൻവെസ്റ്റ്മെന്റ്, അതായത് അവരവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ബിസിനസ് നടത്തുന്നുണ്ട് അവിടെ. അപ്പം അതിന്റെ ഒരു CEO, ഞാൻ പുള്ളിയായിട്ട് ഇങ്ങനെ 1-to-1 സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളി എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്. ലുക്ക് മിസ്റ്റർ തിറ്റാല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെൻ യു ഹാവ് ഇഷ്യൂ, എംപ്ലോയർ ഇഷ്യൂ, അല്ലെങ്കിൽ എനി ഡിസ്പ്യൂട്ട്, ഇൻഡസ്ട്രിയൽ റിലേഷനുമായി ബന്ധപ്പെട്ടുള്ള ഏത് ഡിസ്പ്യൂട്ട് ആണെങ്കിലും ദാറ്റ് വിൽ ബി ഡെൽറ്റ് വിത്ത് ഫ്യൂ മന്ത്സ് ടൈം. ഉദാഹരണത്തിന് ടെർമിനേറ്റ് ചെയ്യാണ്, ആ ടെർമിനേഷൻ ആ പ്രശ്നം വിൽ ബി സോൾവ്ഡ് ഇൻ 3 to 4 months ടൈം. ദെൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചാണ്, മിസ്റ്റർ തിറ്റാല, യു ലുക്ക് അറ്റ് യുവർ കൺട്രീസ് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. ഹൗ ഇസ് യുവർ പോലീസിങ്? ഹൗ ഇസ് യുവർ ജുഡീഷ്യറി ഫങ്ഷനിങ്? Look at the delay. If we were to invest in India, unless you have a clear system in place which can be relied upon, how can someone come into? നമ്മൾ വിദേശത്ത് പോയി ഇൻവെസ്റ്റ്മെന്റ് മീറ്റിംഗ് നടത്തുന്നതിൽ യാതൊരു കഥയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ. what we have to do, we have to set the ground ready for it. How? പോലീസിംഗിൽ ജനങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം, ഈ വരുന്നതിന് കോൺഫിഡൻസ് ഉണ്ടാവണം. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, കോടതി, ജുഡീഷ്യറിയിൽ, അതുപോലെ സിവിൽ മാറ്ററുകളിൽ, എംപ്ലോയർ ഡിസ്പ്യൂട്ടുകളിൽ, ലേബർ ലോകളിൽ, ഇതിൽ കൃത്യമായി ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം സെറ്റ് പീരീഡിനകത്ത് സെറ്റിൽ ചെയ്യാം. ഇത് കോടതിയോ ഔട്ട്സൈഡ് കോടതി. ഈ യൂണിയൻ, നമ്മുടെ ഇന്ത്യയിലെ യൂണിയൻ, ട്രേഡ് യൂണിയൻ ഹാസ് ടു ബി റീഇൻവെന്റഡ്. അതായത് ട്രേഡ് യൂണിയൻ കൃത്യമായും വേണം. ഞാൻ ട്രേഡ് യൂണിയൻ മെമ്പറാണ്, പക്ഷെ അതിന്റെ ഫങ്ഷനിങ്ങിന്റെ റൂട്ട് വേറെയാണ്. നമ്മൾ unless we create that a system whereby the common people like you and I and the investors have the confidence, if we have a problem, we will have a remedy there which can be sought easily and easily accessible and easily. ഓക്കെ, പറഞ്ഞോ. അപ്പോൾ അതിൻ്റെ വിമർശനം എന്ന് പറയുന്നത് വെൽഫെയർ ഡ്രിവൻ ഗവേണൻസ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഗ്രോത്ത് ഡ്രിവൻ എക്കോണമി ആയി അത് മാറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ഇതാണ്. കാരണം അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും ജോബിൻ്റെ വളർച്ചകളുണ്ടാകും. കാലത്തിനനുസരിച്ച് നമ്മൾ വളരാൻ ശ്രമിക്കുക. സാധാരണ ഒരു അപ്പം കൊടുത്ത് ഒരാളെ സമാധാനപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. അവരുടെ ജീവിതത്തിന് ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ജനങ്ങളുടെ ഈ സന്തോഷമോ അസന്തോഷമോ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം ഒന്നാമത്തെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് ഉയരുന്ന കാരണം എന്ന് പറഞ്ഞാൽ തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. ജീവിത ചെലവ് വർദ്ധിക്കുന്നു, സർക്കാർ സാമ്പത്തിക ക്ഷീണത്തിലാണ്. അപ്പോൾ കറപ്ഷൻ, ഇതെല്ലാം കൊണ്ടും ഇവരെ തളർത്തി എന്നാണ് എൻ്റെ ഒരു വീക്ഷണത്തിൽ ഞാൻ കാണുന്നത്. അതോടൊപ്പം ഈ തൊഴിലിൻ്റെ കാര്യത്തിൽ ശ്രീ ഗോവിന്ദൻ മാഷ് പറഞ്ഞു, അപ്പം കോഴിക്കോട് നിന്ന്, എറണാകുളത്തു നിന്ന്, തൃശ്ശൂർ കൊണ്ട് വിൽക്കാമെന്നല്ലാണ്ട്
ഈ തൊഴിലിൻ്റെ കാര്യത്തിൽ വ്യക്തമായിട്ട് ഒരു പ്ലാനിങ്ങും കണ്ടിട്ടില്ല. അങ്ങ് എന്തു പറയുന്നു ഇതിനോട്? നമ്മൾ ഈ എം വി ഗോവിന്ദനൊക്കെ പറയുന്നതിന് മറുപടി പറയാൻ ഐ ആം നോട്ട് ഗുഡ് വേസ്റ്റ് മൈ ടൈം ഓൺ ഇറ്റ്. നിങ്ങൾ പറഞ്ഞ ഒരു സമയം വെൽഫെയർ ഡ്രിവൺ ആയിരുന്നു അവരുടെ സിസ്റ്റം. ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കുന്ന ആളല്ല. വെൽഫെയർ സിസ്റ്റം തകർത്ത് കളഞ്ഞൊരു സിസ്റ്റമാണ് ഈ കഴിഞ്ഞ ഞാൻ 10 വർഷം കാരണം ഈ വെൽഫെയർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിനം രാവിലെ അവിടെ കൊണ്ട് വെക്കുന്നതല്ല. ഇത് ഗ്രാജുവലി ഡെവലപ്പ് ആകുന്നതാണ്. ഈ 10 വർഷത്തിനകത്ത് ഞാൻ പറയാം, 10 വർഷം മുമ്പ് 10 വയസ്സുണ്ടായിരുന്ന പിള്ളേരിൽ എത്ര പിള്ളേർ ഇന്ന് കേരളത്തിലുണ്ട്? 2, ഈ മെഡിക്കൽ വെൽഫെയർ സിസ്റ്റത്തിന്റെ മെയിൻ പില്ലേഴ്സ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്, ആരോഗ്യമാണ്, അതുപോലെ എംപ്ലോയ്മെന്റ് ആണ്. നമ്മുടെ വെൽഫെയർ സിസ്റ്റം, മെഡിക്കൽ കെയർ, നമ്മുടെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം തകർന്നു പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് എന്നെ കോട്ട് ചെയ്യണ്ട, സിയാൻഡേജ് റിപ്പോർട്ട് മാത്രം കോട്ട് ചെയ്താൽ മതി. ഇതിന് മുമ്പ് കഴിഞ്ഞ ലാസ്റ്റ് വന്ന സിയാൻഡേജ് റിപ്പോർട്ടിൽ വളരെ ഞാനെ പറ്റി കൃത്യമായി സംസാരിച്ചിട്ടുള്ളതാണ്, അതായത് ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ വെൽഫെയർ സിസ്റ്റം ആയിരുന്നില്ല അവരുടെ കോൺസെൻട്രേഷൻ. അവരുടെ കോൺസെൻട്രേഷൻ മറ്റെന്തിലോ ആയിരുന്നു. ഈ കിഫ്ബി എന്നൊക്കെ പറയുന്നത്, കിഫ്ബി കൃത്യമായും അതിഗുരുതരമായ അവസ്ഥയിലേക്ക് കേരളത്തെ നയിക്കുമെന്ന് തോമസ് ഐസക്കിനോട് വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ വെച്ച് പറഞ്ഞതാണ്. ഞാൻ അടക്കമുള്ള ഒരു ഗ്രൂപ്പ് പറഞ്ഞതാണ്, ഇത് അപകടമാണ് ഈ സാധനം. ഇതിൻ്റെ അകത്ത് സോഷ്യലിസവും ഇല്ല, ഇതിൻ്റെ അകത്ത് കമ്മ്യൂണിസവും ഇല്ല, ഇതിൻ്റെ അകത്ത് ഒരു കമ്പ്യൂട്ടർ ഒരു ബാങ്കിങ്, ഒരു ക്രോണിക് ക്യാപിറ്റൽ സിസ്റ്റത്തിലേക്ക് ഇത് കടത്തിവിടാനേ ഇത് ശ്രമിക്കുകയുള്ളൂ. ജനങ്ങളെ വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് ഇത് മാറ്റിക്കളയും എന്ന് തോമസ് ഐസക്ക് ഇരുന്ന വേദിയിൽ ഈ ലണ്ടനിൽ ഇരുന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അങ്ങോട്ട് തന്നെയാണ് ഇത് പോകുന്നത്. ഇപ്പൊ കിഫ്ബി എന്ന് പറഞ്ഞൊരു ഭയങ്കര ബേർഡനായിട്ട് നിൽക്കുകയാണ്. താങ്കൾ പറയുന്നതിന് എനിക്ക് മനസ്സിലാകും. പക്ഷേ നമ്മൾ 10 വർഷത്തിന് മുമ്പുള്ള കേരളത്തിലെ സ്ഥിതിയും ഇപ്പോഴത്തെ സാധാരണ പെൻഷൻ സിസ്റ്റവും അവരുടെയൊക്കെ നമ്മളത് സമ്മതിക്കാതിരിക്കാൻ പറ്റിയല്ല. ചില കാര്യങ്ങൾക്ക് 1000 രൂപയിൽ നിന്ന് 2000 ആക്കിയത്, ഇതൊക്കെ വെൽഫെയറിന്റെ ഓരോ ഭാഗങ്ങളാണ്. ഇപ്പോൾ ഒന്നുമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. അപ്പം പക്ഷേ എനിക്ക് ഈ ഗവൺമെന്റിൽ നിന്ന് ഏറ്റവും ഒരു സുഖമില്ലാത്ത പലപ്പോഴും അവരുടെ ന്യായീകരണങ്ങൾ. അതായത് 10 വർഷം മുമ്പ് അവരിങ്ങനെ ചെയ്തു, 10 വർഷം മുമ്പ്. അപ്പം ഒരിക്കലും നമ്മൾ 10 വർഷം മുമ്പത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല. കാരണം നമ്മൾ വേറൊരു കോണ്ടെക്സ്റ്റിലാണ്, വേറൊരു വളർച്ചയിലാണ് യൂറോപ്പിലേക്കുള്ള ആളുകൾ പോയി. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികം, നമ്മളുടെ ആ ഒരു ഡിജിറ്റൽ ടെക്നോളജി 10 വർഷത്തിനിടയ്ക്കോ അല്ലെങ്കിൽ 15 വർഷത്തിനിടയ്ക്ക് വലിയ ഗ്രോത്തുകൾ വന്നിട്ടുണ്ട്. കാരണം ഇൻവെൻഷൻസ്, വെറും സാധാരണക്കാർ മില്ലിനേഴ്സായി തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ വരുന്നു, പക്ഷേ അത് നമ്മൾ യൂറോപ്പിലെ പോലെ വരികയല്ല. കാരണം വളരെ മജോറിറ്റി ആയിട്ടുള്ള ഒരു പോപ്പുലേഷന് എനിക്ക് തോന്നുന്നില്ല യൂറോപ്പിലൊക്കെ, ഇപ്പം UK ഇറ്റലിയിലേക്ക് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 56. അപ്പം നിങ്ങളുടെ എനിക്ക് തോന്നുന്നു, അപ്പോൾ അതും നമ്മൾ ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത്ര എളുപ്പമല്ലെന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്, അതിൻ്റെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഈ വെൽഫെയർ സിസ്റ്റം എന്ന് പറയുന്നത് പെൻഷൻ കൊടുക്കുന്നതാണ്, പെൻഷൻ കൂട്ടുന്നതാണ് എന്നാണ് പറയുന്നതെങ്കിൽ അത് വെൽഫെയർ സിസ്റ്റവുമായി യാതൊരു ബന്ധവുമില്ല. വെൽഫെയർ സിസ്റ്റത്തില് ഏറ്റവും അവസാനത്തെ പാർട്ടാണ് ഈ പെൻഷൻ കൊടുക്കുക എന്നുള്ളത്. വെൽഫെയർ എന്താണ്? അവരുടെ പെൻഷൻ കിട്ടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അല്ല, തെറ്റാണ്. ഈ കൺസെപ്റ്റ് തെറ്റാണ്. അതായത് പെൻഷൻ നിൽക്കുന്നവരും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കിട്ടണം. വെൽഫെയർ സിസ്റ്റത്തിന്റെ അത് പല തൂണുകളാണ്. അപ്പൊ അതിലെല്ലാം കൂടെ ഒന്നിച്ച് വർക്കൗട്ട് ചെയ്താലേ നടക്കത്തുള്ളൂ. എഡ്യൂക്കേഷൻ, ആൾക്കാരെ സെൻസിബിലൈസ് ചെയ്യണം. ഒന്നാമത് നമ്മുടെ ആൾക്കാർക്ക് ഈ സെൻസിബിലൈസേഷൻ കുറവാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഇപ്പം നമ്മൾ എന്തുമാത്രം ഇപ്പം നോക്കിയേ, ചില AC കമ്പാർട്ട്മെൻറ്റുകളിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല ട്രെയിന് അതിനകത്ത് കാട്ടിക്കൂട്ടിയിരിക്കുന്നതൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ള ഇതൊക്കെ ഇങ്ങനെയായി? കാരണം ഒരു സെൻസും ഇല്ല ചിലർക്ക്. ഇല്ല, ഞാൻ അതിനെ അങ്ങനെയൊന്നും അല്ല കാണുന്നത്. ഇപ്പൊ യൂറോപ്പുമായിട്ട് കമ്പയർ ചെയ്തല്ലോ. ഈ യൂറോപ്പ് നമ്മളിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ആയതല്ല. ഇത് വർഷങ്ങളോളം, പ്രത്യേകിച്ച് പോസ്റ്റ് വാർ ഇറയില് പതുക്കെ ഗ്രാജുവലി ഡെവലപ്പായി വന്നതാണ്. അന്ന് നിങ്ങളുടെ അവിടെ, എൻ്റെ ഇവിടെയും, ജർമ്മനി, ഈ ഓൾ യൂറോപ്യൻ രാജ്യങ്ങളിലും.
നമ്മളുടെ അവിടെ ആ ഗ്രാജുവലിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് നടക്കുന്നില്ല. നമുക്ക് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കൂടെ പെൻഷനെ കൊണ്ട് കെട്ടാൻ പറ്റത്തൊന്നുമില്ല. പെൻഷൻ ഇസ് ഐ എം ലീസ്റ്റ് ബോതർ അബൌട്ട് ദ പെൻഷൻ. കാരണം ജനങ്ങൾക്ക് എസൻഷ്യലായി വേണ്ട കാര്യങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, അത് തകർത്ത് തരിപ്പണായെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അതാ ഞാൻ പറഞ്ഞത്, 10 വയസ്സിന് മുമ്പ് 10 വയസ്സ് പ്രായമുള്ള പിള്ളേരിൽ എത്ര പിള്ളേർ ഇന്ന് കേരളത്തിലുണ്ട്? അടുത്തത് രണ്ടാമത്തെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം. അതായത് നമ്മളുടെ ഹെൽത്ത് കെയർ സെക്ടറിൽ കാശില്ലാത്തവർക്ക്, രോഗം വരുന്നവർക്ക്, നമ്മളെപ്പോലുള്ള വിദേശത്ത് പോയി ജീവിക്കുന്നവരോട് ബെഗ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സ്റ്റേറ്റ് പോയത്. വെൽഫെയർ സിസ്റ്റത്തിൽ തകർത്ത് ചെയ്തത്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കുന്ന നമ്മളുടെയും ഓരോരുത്തരുടെയും വിധി. അടുത്ത ചോദ്യം, അല്ലല്ല, എനിക്ക് നമ്മുടെ സമയം തീരുന്നത് കൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യണം. ഒരു കാര്യം ഒറ്റ കാര്യം, ട്രെയിനിൽ യാത്ര ചെയ്തപ്പോഴത്തെ കാര്യം നിങ്ങൾ പറഞ്ഞു. ഇവിടെ ഇതില്ലെന്നോർത്ത് നിങ്ങൾ ഇരിക്കുന്നത്. ട്രെയിനിൽ യാത്ര, ഞാൻ ഒരാഴ്ച മുമ്പ് ഞാൻ കോടതി ഹാജരായ കേസ്, ഇംഗ്ലീഷുകാരന്റെ കേസാണ്. അതിൽ കള്ളു കുടിച്ചിട്ട് ട്രെയിനിന്റെ ക്യാബിനടിച്ച് പൊട്ടിച്ച് അയാളെ അപ്പോൾ പിന്നെ പിടിച്ച് ശിക്ഷിച്ചു. അത് ക്രിമിനാലിറ്റി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം നേരെയാകാതെ ഇതൊന്നും നേരെയാകില്ല എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് ഞാൻ. ഞാൻ ക്രിമിനൽ വക്കീൽ ആയതുകൊണ്ട് പറയുകയല്ല, ഇത് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. അടുത്ത ചോദ്യം, UDF ഒരു ശക്തമായിട്ടുള്ള ആൾട്ടർനേറ്റീവ് ആണെന്നാണ് നമ്മളുടെ പല എക്സിറ്റ് പോളുകളിലും പിന്നെ നമ്മളുടെ ആ ഒരു പഠനത്തിലും വരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഈ അനാലിസിസിൻ്റെ ബേസിൽ അവർക്ക് എന്താണ് ഒരു ഡെവലപ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിയാസ്പൊറ എൻഗേജ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ഇതിനെക്കുറിച്ച് അങ്ങ് കൂടുതലായിട്ട് ഒരുപക്ഷെ അറിയായിരിക്കും, പല ലേഖനങ്ങളും എഴുതുന്ന അങ്ങേക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വളരെ ചുരുങ്ങിയ രീതിയിൽ പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അവരുടെ ആൾട്ടർനേറ്റീവ് എന്തൊക്കെയാണ്? എന്റെ കാഴ്ചപ്പാടില് UDFന് കൃത്യമായ ഒരു ധാരണയുണ്ട് എന്നുള്ളത് എനിക്ക്. കാരണം പല സീനിയർ ആളുകൾ എന്നെ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഒരു എന്താണ്, വാട്ട് ആർ ദേ പ്ലാനിങ് ടു ഇംപ്ലിമെന്റ്, അല്ലെ അവരുടെ എന്താ വാട്ട് ഇസ് ദർ അജണ്ട എന്ന കൃത്യമായ ഒരു ബോധ്യം. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു വളരെ സീനായിരുന്നു അവനെ വിളിച്ചിട്ട് ചോദിച്ചു ഇവിടുത്തെ ഈ സോഷ്യൽ ഹൗസിങ്ങിനെ പറ്റി. വേറൊരു എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ, എന്നോടൊരു നോട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അതിൽ പോലീസിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്? അത് ഒരു പക്ഷേ ഞാൻ എന്റെ എഴുത്തുകൾ കൊണ്ട് തന്നെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഗുരുതരമായ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള എന്റെ വിശ്വാസം. ഞാനത് പല സ്ഥലങ്ങളിലും എന്റെ പല ടോക്കുകളിലും ഞാൻ സംസാരിച്ചിട്ടുള്ള പല കോളേജുകളിലും ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ ഒരു ഗുരുതരമായ പ്രശ്നം ഞാൻ കൃത്യമായി റേസ് ചെയ്തിട്ടുണ്ട്. അത് എന്നെ കൊണ്ട് അത് കൺവിൻസ് ചെയ്യപ്പെട്ടു എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ കൃത്യമായി പോലീസിങ്ങിനെ കൃത്യമായി നമ്മൾ കൺട്രോൾ ചെയ്താൽ എഫക്റ്റീവായി, അതുപോലെ ഈ ജുഡീഷ്യൽ സിസ്റ്റവും അതിന് കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയും UDFിനുണ്ട് എന്നുള്ള എന്റെ ഉറച്ച വിശ്വാസം. അതുപോലെ തന്നെ ഹെൽത്ത് കെയറിലും, അതുപോലെ തന്നെ ഈ ഡയസ്പൊറയെ എൻഗേജ് ചെയ്യുന്നതിലും അവർക്കൊരു പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. അഡ്വക്കേറ്റ് തിട്ടാല, താങ്കൾ ഒരു എഴുത്തുകാരനും പല ആർട്ടിക്കിളും ഒക്കെ എഴുതുന്നതാണ്. അപ്പൊ താങ്കളുടെ ഈ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള എഴുത്തുകൾ നമ്മളുടെ ആളുകളെ ബോധവൽക്കരിക്കാനോ അതിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമായിട്ട് ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിലും നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലും എനിക്ക് തോന്നുന്നു ഒരു 15 കോളേജുകളിലെങ്കിലും യൂണിവേഴ്സിറ്റികളായിട്ട് ഇന്ത്യയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-ൽ കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനൊരു 20-ൽ പല ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് പല പത്രങ്ങളിലായിട്ട്. അത് ഇംഗ്ലീഷ്, ഹിന്ദിയിലെ ഇംഗ്ലീഷ്, മലയാളം. നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ തകർച്ചയെ പറ്റി വളരെ കൃത്യമായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അത് കൺവിൻസ് ചെയ്യപ്പെട്ടു. പല ജഡ്ജിമാർ പോലും ഞാൻ എൻ്റെ ആർട്ടിക്കിൾ കണ്ടിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു യഥാർത്ഥ പ്രശ്നമാണ്. അതുകൊണ്ട് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഗുരുതരമായ പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ഈ UDFിന്റെ മാനിഫെസ്റ്റോയിൽ അതിനൊരു കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. അത് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് പലരും ആ കാര്യത്തിൽ. അപ്പം അത് സ്വാഭാവികമായിട്ടും അത് ഗുണം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിൽ താങ്കൾക്ക് കൂടുതൽ റോളുകൾ കാണുമെന്ന് വിചാരിക്കും അടുത്ത ഭരണകൂടത്തിൽ. അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഭാഗമല്ലേ. ഓക്കെ, തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഒരു മാറ്റങ്ങളുടെ അവസരമായിരിക്കുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് ഒരു സാധാരണ അധികാരമാറ്റമായിരിക്കത്തില്ല,
ഇത് തികച്ചും ഒരു പെർഫോമൻസ് ഓഡിറ്റ് ഇലക്ഷനാണ്, ഒരു മോഡൽ ചേഞ്ച് ഇലക്ഷനാണ്, ഒരു ഫ്യൂച്ചർ ഡയറക്ഷൻ വെർഡിക്റ്റാണ്. അവസാനം ഇതിൻ്റെ വിലയിരുത്തൽ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് എ ടേണിംഗ് പോയിന്റ്. തിങ്കളാഴ്ച ഒരു ടേണിംഗ് പോയിൻ്റാണ്. കാരണം നമ്മളുടെ ഭാവി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഔട്ടോമേഷൻ AI വന്നതോടുകൂടി വളരെ ജോലി സാധ്യതകൾ കുറയുകയും അതേസമയം കൂടുകയും ചെയ്യുന്ന ഒരവസരം. ഇതിനനുസരിച്ച് ഗവൺമെൻറ്റുകൾ പ്ലാനുകൾ ചെയ്ത് അന്തിമമായിട്ട് ഈ ജനങ്ങളുടെ വിധി നടപ്പാകട്ടെ. ഞങ്ങളെ ശ്രമിച്ചിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്.